പ്രാരാബ്ധക്കുറിപ്പായിരുന്നു. ഇനിയിപ്പോ ദാരിദ്ര്യം പറഞ്ഞ് നക്കിത്തരം കാണിച്ച നീ എന്താ വിളിച്ചിരിക്കുന്നത്? ആ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറക്കി വെക്ക്. ഇറങ്ങുമോളെ. പെട്ടെന്ന് പാറു. മറ്റേ ചെറിയ കുട്ടിയോടെ ഇവിടെ ഉണ്ടല്ലോ. അതെടുത്ത് വെച്ചില്ലേ? എടുത്തു വെച്ചെന്നാ. ഇതാ ഒരു കാര്യം എല്ലാം എടുത്തു വെച്ചല്ലോ. അതാ അതല്ല എന്റെ പേഴ്സും കൊണ്ടെടുക്കാൻ. പേഴ്സ് നിങ്ങളുടെ കയ്യിലല്ലേ? അത് ഞാൻ അങ്ങോട്ട് തന്നെ തന്നു. വീട്ടിൽ വെച്ച് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നേ. അപ്പൊ പിന്നെ അതെങ്ങോട്ട് പോയി? പോറ്റിയോട്ടില് കാപ്പ് കുടിക്കാൻ കയറിയപ്പോഴേ അവിടെ കാണും വെച്ച് മറന്നോ? ഓ, ഇങ്ങനെ ശ്രദ്ധയില്ലാത്ത ഒരു മനുഷ്യനെ ശ്രദ്ധിക്കാനാ? നിന്റെ മോളുടെ തീറ്റ അങ്ങനത്തെ അല്ലേ? എടി തീറ്റ പണ്ടാരം. ഇനി ഇതിൽ വിഴിഞ്ഞ കൂട്ടത്തിൽ പേഴ്സും കൂടെ എടുത്ത് വിഴിഞ്ഞോ? ഞാനോ? അയ്യോ ഇല്ല. പിന്നെ നിന്റെ അമ്മ വിഴിഞ്ഞു. പിന്നെ അമ്മ പേഴ്സ് എടിയിലേക്ക് നോക്ക്. ഇവിടെ ഒന്നും ഇല്ലെന്ന് മുഴുവൻ അതിലായിരുന്നു. ഞാൻ പേഴ്സ് പോട്ടെ. നിന്റെ രൂപ കൊണ്ട് എടുത്ത്. എന്റെ രൂപയൊന്നുമില്ല. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ബസ്സിൽ വരാന്ന്. അതല്ലേ ടാക്സിയിൽ വന്നത്. എന്നാ കൊടുത്തോ. കൊടുക്കണം പറഞ്ഞാൽ ഞാൻ എവിടെ എടുത്ത് കൊടുക്കാനാ? എന്നാ വേണ്ട. എനിക്ക് നിൽക്കാൻ നേരമില്ല. കാശിക്കാ സാറേ. ഒന്ന് പിറക്കാതെ നിൽക്കണോ? ഒന്ന് വെറുതെ ഇരിക്കേ. അമ്മയുടെ രൂപമില്ല ഇരിപ്പുണ്ടോ? പേഴ്സ് ഈ പെട്ടിക്കകത്തെങ്ങാനും കാണും. പിന്നെ അങ്ങ് എടുത്തു തരാം. വന്നിറങ്ങിയ പാടെ എന്നെ നാണം കെടുത്തില്ല. ഞാൻ എന്റെ അമ്മയോടല്ലേ ചോദിച്ചു. വേണ്ട കുറുപ്പേ, അഭ്യാസം ഒന്നും വേണ്ട. ഞാനിത് ഇന്നും ഇന്നലൊന്നും കാണാൻ തുടങ്ങിയതല്ലോ. വേണക്കുട്ടാ, ആ ടാക്സിക്കാരൻ എന്താന്ന് വെച്ചാ കൊടുത്തേക്ക്. ഓ, ഇനി ഇപ്പൊ പേഴ്സ് പോയില്ലാന്ന് വെച്ചു. എന്നാലും അമ്മായി എന്നെ കൊടുക്കും അല്ലേ പാറു? അത് പിന്നെ ഇല്ലാണ്ടിരിക്കുവോ? ഒന്നുമില്ലെങ്കിൽ രണ്ടാമത്തെ മോളാവുമ്പോ അല്പം സ്നേഹം കൂടും. അതിനിപ്പോ ആരും അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. സുഖം തന്നെയല്ലേ അമ്മേ? പുതിയതാണോ അമ്മേ ഈ വള? നന്നായിരിക്കുന്നു. നിങ്ങളൊക്കെ ഇന്നലെ എത്തിയോ? ഓ, എല്ലാ അവളുമാരും എത്തിയല്ലോ. കാർത്തികേ, നീ വേണം മുത്തശ്ശിയുടെ പുന്നാര മോളാവാൻ. അങ്ങോട്ട് കൊണ്ട് കൊടുക്കടി. നിനക്കെന്തെത്ര നാണം? അമ്മയ്ക്ക് ഞാൻ ഹോർലിക്സ്, ബിസ്ക്കറ്റ്, ഓറഞ്ച് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചവനപ്രാശം മുത്തശ്ശിക്കെന്നും പറഞ്ഞ് പ്രത്യേകം വാങ്ങിയതാ. അങ്ങോട്ട് കൊടുത്തൂടെ? എന്തിനാ ഇതൊക്കെ പാറക്കുട്ടിയെ? എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. സത്യം പറഞ്ഞ കത്ത് കിട്ടിയപ്പോ സങ്കടം വന്നു. തിരുവോണം മാത്രമല്ലല്ലോ, അമ്മയുടെ പിറന്നാളും കൂടെ അല്ലേ. കയ്യിലാണ് കാശില്ല. എന്താ ഇത്ര ബുദ്ധിമുട്ട്? കുറുപ്പിപ്പൊ സൂപ്രണ്ട് ആയില്ലേ? അത് കൂടാതെ നിനക്കും ഇല്ലേ 12,000 രൂപ? ഓ, അതൊന്നും പറയണ്ട എന്റെ അമ്മേ. ചെലവിന്റെ പുറത്ത് ചെലവാ. ഈ പെണ്ണിനെ കൊണ്ടുവരണ്ടെന്ന് കരുതിയതാ. പിന്നെ നമ്മുടെ കൊച്ചുവിഷം വരുന്ന സ്ഥിതിക്ക് എങ്ങനെ കൊണ്ടുവരാണ്ടിരിക്കുക? എന്റെ മോളെ കാണുമ്പോ എല്ലാരും അവളോട് പറയുന്നു പോലും നിന്റെ മുത്തശ്ശിയെ വരച്ചു വെച്ചിരിക്കുകയാണെന്ന്. അതൊക്കെ ആൾക്കാർ വെറുതെ പറയല്ലേ. ആര് കണ്ടാലും പറയും അവള് നിന്റെ തനിപ്പകർപ്പാണെന്ന്. എന്റെ പോലും അല്ല. കീഴാറ്റുമടം പോറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? മഹാമാന്ത്രികനാ. അദ്ദേഹത്തെ കൊണ്ട് അമ്മായിക്ക് ഞാനൊരു ദേഹരക്ഷ എഴുതി വാങ്ങിച്ചു. എന്തോന്നാ കുറുപ്പേ, ഈ സമ്പ്രദായമൊക്കെ നിർത്താറായില്ലേ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ. ഇതിനാ ഈ മനുഷ്യൻ കാശ് കളയുന്ന മുഴുവനും. അമ്മയെ ഉടുപ്പെന്ന് ഊരാൻ പറയൂ. കയ്യിലും കഴുത്തിലും എന്തൊക്കെയാ കെട്ടി തൂക്കിയിരിക്കുന്ന നോക്കൂ. അരയിലും ഉണ്ട് ഒരു 5-6 എണ്ണം പറയാതെ എന്റെ പാറു. ഇതൊക്കെ ഒരു ദേഹരക്ഷയ്ക്കല്ലേ അമ്മായി? നിങ്ങളുടെ ഈ രക്ഷയെടുത്ത് കാരണം എനിക്ക് മക്കൾക്കും രക്ഷയില്ലാണ്ടായി. നിന്റെ രക്ഷയ്ക്ക് ഞാനില്ലേ പാറു? എനിക്കിനി വയ്യമ്മേ, കയ്യടിക്കുന്നു. എന്റെ ഭഗവാനെ, നടക്കൽ നേരം ഇന്ന് കുരുത്തക്കേട് പറയില്ലേ മോളെ? 1 2 ആണോ? 101 ഇല്ലേ? എനിക്ക് വയ്യ. അമ്മയല്ലേ നേർന്നത്, ബാക്കി അമ്മ കൊടുക്കേ. അയ്യോ, അങ്ങനെ പറയില്ലേ മോളെ. വഴിപാട് നിന്റെ കൈ കൊണ്ട് തന്നെ നടത്തണം. എങ്കിലേ കൊച്ചിഷ്ണ ഭർത്താവായിട്ട് കിട്ടൂ. എന്റെ കാലയിലാണ് ഓടക്കാൻ പറഞ്ഞേ. ഹരീന്ദ്രനോട് കഴിയാനുള്ള സൗകര്യം ഉണ്ടല്ലോ നിന്റെ മുറിയില്? ഉണ്ട്. എന്നാ വേണക്കുട്ടനോട് പറഞ്ഞ് ഒരു കട്ടിലൂടെ ഇട്ടോളൂ. വേണ്ട മുത്തശ്ശി, ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരു കട്ടിലിൽ കിടന്നോളാം. ഓ കൊച്ചുഷ, നീ വേഗം കുളിച്ച് റെഡിയായി വാ. ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. എന്റെ കാര്യമായിരിക്കും. കെട്ടും കെട്ടും. അന്ന് ഈ പാർക്കുട്ടിയുടെ സ്വഭാവം അറിയും. തള്ളേം തന്തേം ചത്ത് കഴിഞ്ഞപ്പോ ഈ തോളി കിടത്തിയാ ഞാൻ അവനെ വളർത്തിയത്. ആ സ്നേഹം അവൻ എന്തായാലും ഉണ്ടാവാതിരിക്കുവോ? നിങ്ങളെന്താ ഒന്നും പറയാത്തെ? നീ തന്നെ എല്ലാം പറയുന്നുണ്ടല്ലോ പാറു. അയ്യോ മോളെ, കൊച്ചുവിഷം യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ. എന്തെങ്കിലും കുടിക്കാൻ കൊണ്ട് കൊടുക്കണ്ടേ നീയല്ലേ? എന്തൊക്കെ കൊടുത്താലും കൊച്ചുവിഷന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഓ, നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എടുക്കേണ്ട സുമതിക്കുട്ടി. ഓ, നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും കഴിപ്പ്. എന്നിട്ട് അതൊന്നും ഈ ശരീരത്തിൽ കാണുന്നുണ്ടോ? അതുമില്ല. നോക്കേ, നീ എന്റെ ശരീരത്തിൽ തൊട്ട് കളിക്കരുത് പറഞ്ഞേക്കാം. ആര് തൊടുന്നു? എന്റെ ദൈവമേ, എനിക്ക് പറ്റിയ അബദ്ധം എന്റെ മോക്ക് പറ്റാതിരിക്കാനാ ഞാൻ ഈ പാടക്കപ്പെടുന്നത്. സരത്തിനൊരാളെ കിട്ടുകയെന്ന് പറഞ്ഞ ഒരു പെണ്ണിന് അതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരെ കെട്ടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അമ്മയല്ല. കൊച്ചുകൃഷ്ണനെ കെട്ടാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിലോ അന്ന് ഞാൻ കൊല്ലും. കേട്ടല്ലോ മുത്തശ്ശിയുടെ ക്രോസ് വിസ്താരം. ആ നേരത്ത് നാവിന്റെ തുമ്പത്ത് സരസ്വം നിന്നുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച്. ഓ, നിന്നെ ഞാൻ കുഞ്ചൻ നമ്പ്യാരെ ബന്ധുവാണെന്ന് പറഞ്ഞല്ലോടാ ചെറ്റേ. അതിനിടയിൽ അവന്റെ ഒരു സെന്റിമെന്റ്സ് കൊളമാക്കിയെന്നെ. കൊളവാക്കും, എന്നാലും നിന്റെ അത്ര ചളവാക്കൂല. അതെ, ഈ അലവലാതി കൂട്ടങ്ങളുടെ ഇടയിൽ കഴിയാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ അങ്ങ് പോവാ. എന്താ ഇത്, പോകാൻ വേണ്ടിയാണോ പറഞ്ഞത്? മുത്തശ്ശിയുടെ തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? എന്താ കല്യാണം, പിന്നെ അല്ലാണ്ടെന്താ? ഓഹോ, വന്ന് കേറുന്നതിന് മുമ്പേ തുടങ്ങിയോ? ഏതായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭീകരമാണ് ഇവിടുത്തെ അന്തരീക്ഷം. നിന്റെ അമ്മായിമാര് 3 പേരും കൂടെ നിന്നെ വെട്ടി നുറുക്കി ഫ്രൈ ആക്കി അവരുടെ മക്കൾക്ക് ഇട്ട് കൊടുക്കും. ഒന്നാലോചിച്ചാൽ നമ്മളെക്കാളും ടെൻഷൻ നിന്റെ അമ്മായിമാർക്കാ. ഉടനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ എന്റെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കടാ. 1 അല്ല 3 എണ്ണം കണ്ടില്ലേ എല്ലാത്തിനും? ഒരേ സമയം 3 ഭാര്യമാരല്ലേ കൈ വരാൻ പോകുന്നത്. നീ ആര്? ദശരഥ മഹാരാജാവ്? ഊതല്ലേ എടാ, സാവധാനം നീന്തിയ അക്കരെത്താം. തൽക്കാലം നിലവെള്ളം ചവിട്ടി ജീവൻ രക്ഷിക്കും. വെട്ടൊന്ന് തുണ്ടൻ 2, അതാണ് മുത്തശ്ശിയുടെ സ്വഭാവം. രണ്ടായി മുറിഞ്ഞാലും യോജിപ്പിക്കാൻ പറ്റിയൊരു സുഹൃത്ത് നിന്റെ കൂടെ ഇല്ലേ? പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ ആ ഫയലൊക്കെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാം. അതിനു മുമ്പ് പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകാം. ചെന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പൊ വരിവരിയായി എത്തും. ഞാൻ പറഞ്ഞില്ലേ, തൽക്കാലം നീ അല്ല അവന് എന്തിന്? അമ്മ പറഞ്ഞു കൊച്ചേട്ടൻ ചേട്ടൻ ഷോപ്പിങ്ങിന് പോകുന്നു, എന്നെ കൂടെ ചെല്ലാൻ. അമ്മ പറഞ്ഞോ? സത്യമായിട്ടും പറഞ്ഞു. കൊച്ചേട്ടൻ ഞാൻ റെഡി. രാധികയോടും അമ്മ പറഞ്ഞോ? ഒരാളുടെ കുറവുണ്ടല്ലോ, എന്തു പറ്റി? ഏതായാലും ഷോപ്പിങ്ങിന് പോവാം. വേണുക്കുട്ടാ, എന്തോ 2 പേരെയും ഷോപ്പിങ്ങിന് കൊണ്ടു. ചെല്ല്. ഇനിയിപ്പോ ഷോപ്പിങ്ങിന് പോയി ഷോപ്പിൽ കയറി തുണി കിണിയെല്ലാം വാങ്ങി ഈയോടെ പോവാം. ഞങ്ങൾ ജോത്സ്യരെ കാണാൻ വേണ്ടി വന്ന. ജോത്സ്യൻ ഞാനാ. ജോത്സരെ, കണ്ണേറ്റിന്റെ ഇടയിൽ ആകെ പ്രശ്നം. 3 അമ്മായിമാരും തമ്മിൽ കൂട്ടത്തല്ല്. എല്ലാവർക്കും കൊച്ചുകൃഷ്ണൻ തന്നെ മരുമാനായിട്ട് കിട്ടണം. അതായത് ഇവനെ. ഏതെങ്കിലും ഒരു ജാതകം ചേർന്നാൽ മറ്റേ അമ്മായി തൂങ്ങിച്ചാവും. അടുത്ത അമ്മായി വിഷം കഴിച്ചു മരിക്കും. എവിടെ? അതെ, അതാ ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് ജോത്സ്യൻ അവിടെ വന്ന് ജാതകം നോക്കുമ്പോ 3 ചേരില്ല എന്ന് പറയണം. കള്ളം പറയാനോ? അയ്യോ, കള്ളം പറയണ്ട, സത്യം പറയാതിരുന്നാ മതി. ജോത്സ്യന് ഞങ്ങളെ രക്ഷിക്കണം. അതിനെന്താന്ന് വെച്ചാ ഞങ്ങള് അങ്ങോട്ട് കൊടുക്ക്. പരസ്യമായിട്ട് കൊടുത്താ വാങ്ങുമോ? ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. വാങ്ങും. വിവാഹം നടക്കരുത്, അത്രയല്ലേ ഉള്ളൂ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തോളാം. അത് മതി. ശരി, പോട്ടെ. ജോത്സ്യർ ചതിക്കൂ? തെങ്ങും ജോത്സ്യരും ചതിക്കില്ലെന്നാണ്. ഇലയ്ക്കും കേടില്ല, ഉള്ളിനും കേടില്ല. ഇക്കണക്കിന് പോയാൽ നമ്മുടെ എല്ലിന് കേട് വരും. നീ പെട്ടെന്ന് തറവാട്ടിലേക്ക് പോകാൻ തയ്യാറ്. കാശും വാങ്ങേണ്ട കള്ളം പറയാൻ പോവാണെന്ന് അവരെങ്ങാനും പറഞ്ഞാലോ? ഒരു വഴിക്ക് ഇറങ്ങുമ്പോ കരിനാക്കെടുത്തൊന്നും പറയാതാ. ജോത്സരെ, എത്ര നാളായി കണ്ടിട്ടായോ? ആളങ്ങ് ഉടഞ്ഞു പോയല്ലോ. അയ്യോ, 2 പേരും അങ്ങ് ഉടഞ്ഞു പോയല്ലോ. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, ഞാനൊരു രക്ഷ എഴുതി തന്നേനെ. അത് എനിക്കൊരു അസുഖമല്ല കുറിപ്പ് സാറേ. എന്നാ എനിക്കൊരു അസുഖമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജോത്സരെ ആദ്യമായി ആ തറവാട്ടി കൊണ്ടു കയറ്റിയത് ഈ കുറിപ്പാണ്. അത് ഞാൻ മറക്കു കുറിപ്പ് സാറേ. ആ നന്ദി എന്നോട് കാണുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഓടിപ്പിടിച്ചിങ്ങോട്ട് വന്നത്. എന്നെ ഒന്ന് സഹായിക്കണം. മാറണം. എന്റെ മകളുടെ ജാതകം ജോത്സ്യരല്ലേ എഴുതിയത്. ആ ജാതകം കൊച്ചുകൃഷ്ണന് നന്നായി ചേരുമെന്ന് പറയണം. ജ്യോതിഷത്തിലും മാന്ത്രികത്തിലും ഇത്രയും വിശ്വാസമുള്ള സാറ് തന്നെ ഇങ്ങനെ പറഞ്ഞാലോ? ദോഷമില്ലാത്ത ചില കള്ളങ്ങളൊക്കെ പറയാമെന്ന് ആദ്യം ഒരു പറഞ്ഞിട്ടില്ലേ ജോത്സ്യരെ? ഇതങ്ങോട്ട് പിടിക്കും. ഈ വിവാഹം നടന്നില്ലെങ്കിൽ പാറുകുട്ടി വല്ല അഭിയോഗം കാണിക്കും ജോത്സ്യരെ. ഈ വിവാഹം നടക്കണം, അത്രല്ലേ വേണ്ടു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം ഞാനിത് കൈകാര്യം ചെയ്തോളാം. അത് മതി.
അത്തം നക്ഷത്രം, സ്ത്രീ ജനനം, ഊടുരുട്ടാതി പുരുഷൻ. ചേർക്കാമല്ലോ. കാർത്തികാദേവി തിരുവാതിര, ഊടുരുട്ടാതി പുരുഷൻ. പൊരുത്തങ്ങൾ സമാസമം, നിശ്ചയമായും ചേർക്കാം. ഹേമകുമാരി അശ്വതി, സ്ത്രീ ജനനം, പുരുഷൻ പൂരുരുട്ടാതി. ഉത്തമമാണല്ലോ, ചേർക്കാം. പൊരുത്തം സമാസമം. എന്തീ പറഞ്ഞു? 3 ജാതകവും ചേരുന്ന സ്ഥിതിക്ക് ഏറ്റവും ഉത്തമം ഏതാണെന്ന് പറയൂ ജോസ്യരെ. ഏതാ ഏറ്റവും ഉത്തമമെന്ന് പറയാനാവില്ല. എന്നാലും ഏതെങ്കിലും ഒരു ചെറിയ വ്യത്യാസം കാണൂലേ? കാണുന്നില്ല. തറവാടിന്റെ പുണ്യം കൊണ്ടാവും 3 ഒരുപോലെ ചേരുന്നു. കുടുംബത്തിന്റെ ഐക്യം അത് സൂചിപ്പിക്കുന്നത്. ആ കേട്ടോളൂ, 3 ജാതകവും ഇങ്ങനെയുള്ള സ്ഥിതിക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ 3 കൂട്ടരും കൂടെ ഒരു തീരുമാനത്തിലെത്തുക. ശ്രീകൃഷ്ണന് 16,008 കൊച്ചുകൃഷ്ണന് 3 ആവാം. അമ്പോറ്റി അല്ല, 10 ഉള്ളൂ. ഉം